ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് തന്നെ നിങ്ങൾ എത്ര തവണ ചോദിച്ചു, മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അതിന് കൃത്യമായി അദ്ദേഹം മറുപടി പറഞ്ഞില്ലേ? ആരാണ് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ വേണം എന്ന് ആദ്യം പറഞ്ഞത്? ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഇവിടെ ഗവർണർ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ലല്ലോ. എങ്ങനെ ആ വരി എഴുതി ചേർത്തു? അതിൽ എന്താണ് പരാതിയില്ലാത്തത്? അത് പറയേണ്ടത് ഹിന്ദു ആണ്. ഹിന്ദു പറയുന്നു PR ഏജൻസിയാണ് എന്ന്. അല്ലല്ല, ഉത്തരവാദിത്വം അതല്ല. പ്രതിച്ഛായ പോയത് ഹിന്ദുവിന്റെ മാത്രമല്ല, പ്രതിച്ഛായ പോയത് മുഖ്യമന്ത്രിയുടെ കൂടിയാണ്. ഈ ദേശവിരുദ്ധ പ്രവർത്തനം എന്നുള്ള രൂപത്തിലേക്ക് അത് മാറ്റി, അല്ല, നാടിനെ ബാധിക്കുന്ന വിഷയമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അത് ഹിന്ദുവിൽ മാത്രമല്ലല്ലോ, അതിനു മുൻപുള്ള ദിവസങ്ങളിലും തുടർച്ചയായി ചില പത്രങ്ങൾക്ക് ആ തരത്തിലുള്ള വിവരങ്ങൾ കൊടുക്കുന്ന ഒരു PR ഏജൻസി ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നതാണല്ലോ. ഇതൊരു അന്വേഷണം നടത്താത്ത എന്തുകൊണ്ടാണ് സർക്കാർ? അതൊന്നും എനിക്കറിയാൻ മേല. അല്ല, ഞാൻ അങ്ങ് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്നത്. അങ്ങനെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന ആളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതെ, അങ്ങനെയൊക്കെ പറയാം, വീരവാദമൊക്കെ പറയാൻ നന്നായി പറ്റും. അങ്ങനെ എല്ലാവരും ഞാൻ ചോദിച്ചതിന് കൃത്യമായ മറുപടിയിലേക്ക് വരൂ. അങ്ങനെയൊന്നും നഷ്ടപ്പെടില്ല. അങ്ങനെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് 2-3 വാചകങ്ങൾ പറഞ്ഞാൽ അത് മറുപടി ആവില്ലല്ലോ. അല്ല, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന മുഖ്യമന്ത്രിയുടെ മാൻഡേറ്റ് കൂട്ടണം എന്ന ആഗ്രഹത്തോടെ വരുന്നവരല്ല ഞങ്ങൾ. ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ 8 കൊല്ലമായി എത്രയോ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ഒരാരോപണം പോലും തെളിയിക്കാൻ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കോ കോടതിക്കോ മാധ്യമങ്ങൾക്കോ അതുപോലെ തന്നെ വലതുപക്ഷത്തിനോ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകരായിരുന്നു. നിങ്ങൾ റാലികൾ നടത്തി. കേന്ദ്ര വിരുദ്ധ സമീപനം ആദ്യമായി നിലപാടെടുത്തുകൊണ്ട് നിങ്ങൾ ന്യൂനപക്ഷത്തിനൊപ്പം നിന്ന് റാലികൾ നടത്തി, പ്രതിഷേധ പരിപാടികൾ നടത്തി. അന്ന് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന കാന്തപുരം വിഭാഗം, സമസ്തയിലൊരു വിഭാഗം ഒക്കെ ഇപ്പോൾ നിങ്ങളെ തള്ളിക്കൊണ്ട് പ്രതികരണങ്ങൾ നടത്തുകയാണ്. ഇതൊരു നടത്തു പോണ മാതിരില്ല. നിങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകരാണോ ന്യൂനപക്ഷ വിരുദ്ധരാണോ എന്ന സംശയം ഇപ്പോൾ അവർക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. സംശയമല്ല, അവരത് ഉറപ്പിക്കുകയാണ്. നോക്കൂ, ഇതിനു ശേഷമല്ലേ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷം, മുസ്ലിം ന്യൂനപക്ഷമാണ് ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നതെന്ന് നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന KT ജലീൽ പറഞ്ഞത്. ജലീലിനെ ശാസിച്ചോ? ഇതുവരെ ശാസിച്ചതായി കണ്ടില്ലല്ലോ. ജലീൽ അതിന്മേൽ പിടിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, പുറത്തു പ്രതികരിക്കുന്നു, സഭയിൽ പറയുന്നു. ഇത് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കൊപ്പമാണ്? നിങ്ങൾ ഇതുവഴി എന്ത് നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ അതിര് കിടക്കുന്നു. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്നവർ തന്നെയാണ്. ആ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ കള്ളക്കടത്ത്, ഹവാല, മയക്കുമരുന്ന്, ഇവ രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമാണെന്ന് സെപ്റ്റംബർ മാസം 21-ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇത് രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ്. ഇതുപോലെ സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ ഹവാലയും മയക്കുമരുന്നിലൂടെയും കിട്ടുന്ന പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടരെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ്. അത് ആന്റി നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് റാഷണൽ ആയിട്ടുള്ള കാര്യമാണ് എന്ന് ഞങ്ങൾ പറയാത്ത കാര്യം ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നു. അത് പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കത്ത് കൊടുത്തു. അവർ പിൻവലിക്കുന്നു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഇല്ലില്ല, ഞങ്ങൾ കൃത്യമായി പറഞ്ഞ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാപരമായി രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണ്, അത് മലപ്പുറം ജില്ലയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്ന പണം ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം പറയാത്ത കാര്യമാണ്. അത് പറയാത്ത കാര്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ദിനപത്രം അങ്ങനെ പറയാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തവർക്കെതിരെ നിങ്ങൾക്ക് പരാതിയില്ല അഡ്വക്കേറ്റ് അരുൺ. അങ്ങനെ പറയാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തവരെ എഴുതി ചേർക്കാൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടത്തിയവർക്കെതിരെ നിങ്ങൾക്ക് പരാതിയില്ല അരുൺ. അവിടെയാണ് മുഴുവൻ സംശയവും. അതല്ല ഉദ്ദേശം. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതായത് മാധ്യമങ്ങളും വലതുപക്ഷവും ഉയർത്തിക്കൊണ്ടുവന്ന കഴിഞ്ഞ 1-2 മാസമായി കേരളം ചർച്ച ചെയ്യുന്ന മറ്റെല്ലാ വിഷയങ്ങളും പോയി. ADGPയുടെ വിവാദം പൂരമായി ഇന്നുവരെ രാഷ്ട്രീയ പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇതൊക്കെ ഒരുമിച്ച് ചേർത്ത് വായിക്കേണ്ടതല്ലേ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? അപ്പോൾ എന്താണ് ഇതൊക്കെ നൽകുന്ന സൂചന? നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അരുൺ.
ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ അതിശക്തമായി തന്നെ ആണോ? അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ന്യൂനപക്ഷ വർഗീയത എന്നൊരു വാക്ക് നിങ്ങളിൽ നിന്ന് ഉച്ചരിച്ച് കേട്ടില്ലല്ലോ അരുൺ.